ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിലോട്ട് അങ്ങ് വന്ന് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം എന്താ പറയുക, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പാത്രങ്ങളെല്ലാം ഇന്നലെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഹാ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പരിപാടിയിലേക്ക് നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു കൗണ്ടർ എല്ലാം വേണ്ടി ഒന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ. ഇന്ന് നവംബർ 20-ാം തീയതിയാണ്. ഇവിടെ മസ്കറ്റിൽ, അതായത് ഒമാനിൽ നാഷണൽ ഡേ ആണ് ഈ വരുന്ന 2-3 ദിവസം. അപ്പോൾ അതിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും പിന്നെ ഇവിടുത്തെ ഒമാൻ സ്കൂളുകൾ പിന്നെ ഇന്ത്യൻ സ്കൂളിലൊക്കെ ഉണ്ടാവും തോന്നുന്നു. ഇപ്പോൾ പുറത്ത് നല്ല ക്രാക്കേഴ്സിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒമാൻ്റെ പല ഭാഗങ്ങളിൽ ക്രാക്കേഴ്സിൻ്റെ ഒരു ഷോ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി പോകാനായിട്ട് സാധിക്കില്ല, കാരണം ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു സമയമാവും. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ കിച്ചണിൽ നിന്നിട്ട് ഈ വെറുകുന്നതിനോട് അധികം താല്പര്യമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ പണികളും അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, ഈ ഒരു ദിവസത്തെ ഒഫീഷ്യലി ഈ ഒരു ഫ്രൈഡേ നമുക്ക് എൻ്റർ ആവേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് തീരാറായി. പിന്നെ എനിക്ക് കുറച്ച് ചെടിപ്രാന്തുണ്ട്. അത് നാട്ടിലായിരിക്കുമ്പോൾ തന്നെ എനിക്ക് കുറച്ചധികമുണ്ട്. കാരണം എൻ്റെ വീട്ടിലൊക്കെ ഒരു ചെടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നട്ടിട്ട് അതിനെ പിന്നെയും ചെറിയ ചെറിയ പാർട്സ് മീൻസ് സെപ്പറേറ്റ് ആക്കുക. കുറച്ചത് വളർന്നു കഴിയുമ്പോൾ അതിനെ മുറിച്ചിട്ട് അങ്ങനെ പല രീതിയിൽ നടുക, അതൊക്കെ കുറച്ചധികം ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് 10 മണിച്ചെടിയില്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഈ ചട്ടിയിൽ നമ്മളൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കെയറൊന്നും ചെയ്യാവുന്നതുകൊണ്ട് അത് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചട്ടി വെറുതെ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് നനച്ചൊക്കെ എടുത്തിട്ട് സ്പ്രേ ബോട്ടിൽ വെച്ച് നനച്ചൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ കിട്ടിയ ഈ ചെടിയൊക്കെ ജസ്റ്റ് മുറിച്ചൊന്ന് നട്ട് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റിൽ എങ്ങനെയാണ് ഇതിനെ കെയർ ചെയ്യേണ്ടതെന്നുള്ളത് ഇതുവരെ ഞാൻ പഠിച്ചു വന്നിട്ടില്ല. അപ്പം ഓരോ രീതിയിലും ഓരോന്നൊക്കെ നോക്കിയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റെമ്മ് പോലെയല്ലേ, ഇത് ചകിരിയാണ് ആക്ച്വലി. അപ്പോൾ അതിലും കൂടെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ട് ഈ ഒരു ലിവിങ് ഏരിയയിൽ ഈ 2 സോഫയുടെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വെച്ചു കേട്ടോ. ഇനി നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറണം, ബെഡ്ഷീറ്റൊക്കെ മാറ്റണം. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടോളൂ കേട്ടോ. എനിക്ക് സത്യമായിട്ട് ഈ എന്താ പറയുക, ഈ ട്രാൻസിഷൻ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിനാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ സൂര്യാസ്തമയം കേട്ടോ, അതായത് സന്ധ്യയായെന്നാണ് അർത്ഥം. ഇപ്പോൾ ഇവിടെ ചൂടൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല രസമാണ് ക്ലൈമറ്റൊക്കെ. പെട്ടെന്നൊരു തണുപ്പും ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഇരുട്ടൊക്കെ ആവും. അങ്ങനെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കണം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വെള്ളിയാഴ്ച ദിവസം എന്തായാലും ഒരു നേരം നമ്മൾ പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പുതിയതായിട്ടൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഫുഡാണ് സത്യം പറയാലോ അടിപൊളിയായിരുന്നേ. പിന്നെ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പോയത് ഖുറം പാർക്കിലേക്കായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടിലൂടെ പലതവണ പോയിട്ടുണ്ടെങ്കിലും ഇതിനുള്ളിൽ കയറുന്നത് ആ ഒരു തവണയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങളും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കയറാത്തൊരു സംഭവമാണ് ഈ കാണുന്ന ഈ ഒരു സംഭവം. ഞാനും എൻ്റെ ഒരു ചേച്ചിയും കൂടെ ഈ ബാക്ക് സൈഡിൽ ഏറ്റവും ബാക്കിലായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങളെ ഇത്തിരി സൂം ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. വേറൊന്നുമല്ല, ഇതിൽ കയറുമ്പോൾ ഭയങ്കര ആവശ്യമായിരുന്നു കേട്ടോ. പക്ഷേ സത്യമായിട്ടും ഞാൻ എൻ്റെ ജീവിതം ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ കണ്ട നിമിഷങ്ങളായിരുന്നു. അത്രയ്ക്കും പേടിച്ചുപോയി. പിന്നെ ഇതിൻ്റെ ഒരു ഹാങ് ഓവർ സത്യം പറഞ്ഞാൽ ഒരു 2-3 ദിവസത്തേക്ക് എൻ്റെ ചെവിയിൽ ഭയങ്കര ഇങ്ങനെ ഒരു മൂളക്കവും അനക്കമൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനും ചേച്ചി നന്നായിട്ട് പേടിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിത് ആർക്കും റെക്കമെൻഡ് ചെയ്തില്ല, കാരണം അത്രയ്ക്ക് ഡേഞ്ചർ ആയിരുന്നു കേട്ടോ. കാരണം ഇരിക്കുന്ന ആ ഒരു ഭാഗം പൊങ്ങി വന്നിട്ട് വീഴുന്ന പോലെയൊക്കെ തോന്നി. അങ്ങനെ അതുമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലെത്തി കേട്ടോ. ഇന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.